ഇത് പരിപ്പ് വേവിച്ചതാണ്. കുറച്ച് പരിപ്പ് വേവിച്ചിട്ടുണ്ട്. പരിപ്പ് വേവിച്ചതിലേക്ക് കുറച്ച് ചേന കൊത്തി കഷ്ണമാക്കിയതാണ്. ഇങ്ങനെയാണ് കഷ്ണമാക്കേണ്ടത്. ഇങ്ങനെ കൊത്തി തറഞ്ഞെടുത്ത മാതിരി കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. അത് ഇതിലേക്കിട്ട് അതിലേക്ക് കുറച്ച് മുളകും പൊടി ചേർത്ത് കൊടുക്കുക. ചെറിയ സ്പൂണിന് 1 സ്പൂണ് മുളകും പൊടി, ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഉപ്പ് പാകത്തിന്, ഇത്രയും ഇട്ടിട്ട് വെള്ളമൊഴിച്ച് വേവിക്കുക. അതിലേക്ക് കുറച്ച് തേങ്ങ, നല്ല ജീരകം, മഞ്ഞൾ, ചുവന്നുള്ളി, വെളുത്തുള്ളി ഇത്രയും ഇട്ടിട്ട് അരച്ചെടുക്കുക. കുറച്ച് തേങ്ങ മാറ്റി വയ്ക്കുക, അത് വറുത്തെടുക്കാനുള്ളതാണ്. അപ്പോൾ കഷ്ണം വെന്തതിന് ശേഷം അരച്ച് വെച്ച തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നല്ലോണം തിളപ്പിച്ചെടുക്കുക. അതിന് ശേഷം ഇളക്കി കൊടുത്തിട്ട് നന്നാക്കി ഒന്ന് തിളപ്പിക്കണം. തേങ്ങ നല്ലോണം തിളയ്ക്കണം. തേങ്ങ തിളച്ചതിന് ശേഷം കുറച്ച് തേങ്ങ മാറ്റി വെച്ചത് വറുത്തിട്ട് ഈ തിളച്ച തേങ്ങയിലേക്ക് ഇട്ട് കൊടുക്കുക. ഇത് നന്നാക്കി ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വറവ് കൂടി ചേർത്ത് കൊടുക്കുക. ഉള്ളി, കടുക്, കറിവേപ്പില ഇട്ട് വറവിട്ടതാണ്. ഇങ്ങനെ ഒന്ന് ചെയ്ത് കഴിച്ച് നോക്കണം. ചേന എലിശ്ശേരി, ചേനയും പരിപ്പുമാണ്. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കണം. നല്ല ടേസ്റ്റാണ് ഈ കറിക്ക്.